ഗായ്സ്, വെനീസിലെ രണ്ടാമത്തെ ദിവസം ഒരു രക്ഷയില്ല. ചളുപുളു മഴയാണ്. നമ്മളെ ബസ് ഇറക്കി വിട്ടത് ഈ ഒരു പ്രദേശത്താണ്. പിന്നെ നമ്മൾ തപ്പി ആ മൊത്തം മഴയും നനഞ്ഞ് വെനീസിന്റെ സെന്ററിലെത്തി. അങ്ങനെ മഴക്കോട്ടും വാങ്ങിച്ച് പതുക്കെ നടപ്പായി. ഈ നടപ്പ് എങ്ങോട്ടാണെന്നറിയാമോ? ലോക്കർ തപ്പി നടക്കുന്നതാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ കുറേ ലഗേജുകൾ ഉണ്ട്. അതെല്ലാം കൊണ്ട് നടക്കാനായിട്ട് തീരെ വയ്യ. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഒരു ലോക്കർ കിട്ടി. അങ്ങനെ ലോക്കറിലേക്ക് നമ്മുടെ കുറേ ബാഗുകളെല്ലാം അങ്ങോട്ട് കയറ്റി വിട്ടു. അപ്പോഴേക്കും ഞങ്ങൾ ഫ്രീ ആയി. അങ്ങനെ വാട്ടർ ടാക്സിയിൽ കയറി. എന്തോരം ജനങ്ങളാ! വെനീസിലെ എല്ലാ ജനങ്ങളും ആ വാട്ടർ ടാക്സിയിൽ തന്നെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കാല് ചവിട്ടാൻ പോലും സ്ഥലം ഉണ്ടായില്ല വാട്ടർ ടാക്സിയിൽ. നുഴഞ്ഞു കയറി അങ്ങ് അറ്റത്ത് നിന്നുകൊണ്ട് ഭാഗ്യത്തിന് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റി. ഇത്രയും അടുത്ത് നിന്നുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. മഴയത്തുള്ള ഈ യാത്ര നല്ല രസമാണ്. പനി വരാതിരുന്നാൽ മതിയായിരുന്നു. ഞങ്ങള് അടുത്ത ദ്വീപിലെത്തി. കുറച്ച് റീൽസും ഫോട്ടോസും എടുത്തിട്ട് നമ്മളൊരു ബുക്ക് ഷോപ്പിന്റെ ഉള്ളിലോട്ട് കയറി. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബുക്ക് ഷോപ്പ് എന്നൊക്കെ പറയാം. ഓ മൈ ഗോഡ്, ഇത്രയും ആന്റിക് ആയിട്ടും ആസ്തറ്റിക് ആയിട്ടും ഉണ്ടാക്കിയിരിക്കുന്ന ബുക്ക് ഷോപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തോരം ബുക്സാ! ഇതൊക്കെ സ്റ്റെപ്പുകളാണ്. ബുക്ക് അടുക്കി വെച്ചിട്ട് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയേക്കാണ്. ഇപ്പൊ ഇവിടേക്ക് എൻട്രൻസ് ഇല്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കൊണ്ട് നനഞ്ഞതുകൊണ്ട് അതെല്ലാം ഒരുമാതിരി വൃത്തികെട്ട മണമാണ്. ഇതൊക്കെ മതിലുപോലെ ബുക്കുകൾ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്തൊരു ഭംഗി ഇതൊക്കെ കാണാനായിട്ട്. ഞാൻ കുറേ നേരം ഈ ബുക്സിനെ തന്നെ നോക്കി നിന്നു. ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകളും ബുക്കുകൾ വാങ്ങിക്കുന്നുണ്ട് താനും. കാരണം അത്രയധികം നമ്മളെ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന കുറേ ബുക്സ് ഉണ്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെലവഴിക്കാൻ സാധിക്കും. ഞങ്ങൾ വെറുതെ ഒന്ന് കയറിയതാ, പക്ഷെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഏറ്റവും കോർണറിലായിട്ട് ഒരു ഗൊണ്ടോളയുണ്ട്. മിക്കവരും വെനീസിലെ ഈ ബുക്ക് ഷോപ്പിലേക്ക് വരുന്നത് തന്നെ ഈ ഗൊണ്ടോളയിൽ ഇരുന്ന് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫ്രീ ആയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറെ നേരം ഇതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. ഒടുക്കത്തെ മഴ കുറച്ച് ശമനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആ ലൈബ്രറിയിൽ തന്നെ കുറച്ചു നേരം ചെലവഴിച്ചത്. അങ്ങനെ നടന്ന് ഞങ്ങളൊരു പെർഫ്യൂം ഷോപ്പിലെത്തി. ഓ മൈ ഗോഡ്, ഇതൊക്കെയാണ് മോനെ പെർഫ്യൂം. നല്ല രസമുണ്ട്. എല്ലാ ഫ്ലേവേഴ്സും കിട്ടും. എന്ന് വെച്ചാൽ എനിക്ക് പ്രാന്ത. അങ്ങനെ ഞാൻ മേടിച്ചതാണിത്. അവർ നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു. ഞങ്ങളൊരു പിസ്സ കടയിൽ പോയി. പക്ഷെ കോട്ടൽ കത്തിട്ട് ഒരു രക്ഷയുണ്ടായില്ല. നേരത്തെ നമ്മൾ പോയി കഴിച്ച പിസ്സക്കട തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി പിസ്സയായിരുന്നു. നല്ല മഴ സമയത്ത് ചൂടൻ പിസ്സ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ വയറൊക്കെ നിറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടത് ഒരു ഗാർഡനിലേക്കാണ്. ആമകളൊക്കെ ഉള്ളൊരു ഗാർഡൻ. ഓ മൈ ഗോഡ്, അവിടെ ആമയുണ്ട്, തവളയുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഗാർഡനിൽ നടന്ന് പോയി ഒരു ഗ്രീനറി ലാൻഡിലെത്തി. പറയേണ്ട രക്ഷയില്ല. കിളികളുടെ ശബ്ദവും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ മൊത്തം തെണ്ടി തിരിഞ്ഞ് നടന്ന് ലാസ്റ്റ് ഞങ്ങൾ എയർപോർട്ടിലെത്തി. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ലഭിച്ചത് നമുക്ക് കാണാം. ടാറ്റാ.